നിങ്ങൾ അറിഞ്ഞായിരുന്നോ കൃത്യം 4:30 വണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് 4:25 തന്നെ നമ്മൾ വണ്ടി കൊടുക്കും. 4:30 ട്രിപ്പിന് വേണ്ടിയിട്ട് വണ്ടി കൊടുത്തെങ്കിലും 5:30 കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആൾക്കാരെല്ലാം വന്ന് വണ്ടിയിൽ കയറി. അങ്ങനെ ആൾക്കാരെല്ലാം കയറി കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തുള്ള പെട്രോൾ പമ്പിൽ പോയി നമ്മൾ ഡീസൽ. ഇന്ന് നമ്മുടെ വണ്ടിക്ക് ആസിഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ചെറിയ വ്ളോഗിന്റെ കൂടെ വലിയ വ്ളോഗ് എടുക്കുന്നുണ്ട്. കാഞ്ഞിരംകുളം പള്ളിയിലുള്ള ആൾക്കാരെയും കൊണ്ട് തിരുവല്ലയിലുള്ള ആശ്രമത്തിലേക്കും പുതുപ്പള്ളിയിലേക്കും മണ്ണർക്കാട് പള്ളിയിലേക്കും ഒക്കെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നിലമേലെത്തിയപ്പോൾ നമ്മുടെ വണ്ടി ചവിട്ടി നമ്മുടെ വണ്ടിയിലൊന്നും ആൾക്കാർക്ക് ഓരോ ചായ വാങ്ങിച്ചു കൊടുത്തിട്ടായിരുന്നു പിന്നീടുള്ള യാത്ര. പ്രഭാതം പൊട്ടിവിടരുന്ന സമയമായിരുന്നത് കൊണ്ട് തന്നെ റോഡിൽ വലിയ തിരക്കൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ വലിയ സമയം എടുക്കാതെ കൊട്ടാരക്കരയിൽ നമ്മൾ പെട്ടെന്ന് കൊട്ടാരക്കരയിലുള്ള സ്കൂളിന്റെ കോമ്പൗണ്ടിലായിരുന്നു നമ്മുടെ ആൾക്കാർക്ക് ഫുഡ് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത്. ഇവിടെ നമ്മുടെ വണ്ടി നിർത്തിയപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പയ്യന്മാരൊന്നും നമുക്ക് ഓരോ ചാറ്റി തന്നിട്ടായിരുന്നു പോയത്. അതിനിടയ്ക്ക് നമ്മുടെ വണ്ടി വന്ന ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പവും ചിക്കൻ കറിയാണ് നമ്മൾ കഴിച്ചത്. അങ്ങനെ നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് കുറച്ച് നേരം പോസ്റ്റ് ആയിട്ട് ഇരുന്നു. അവിടെ നിന്ന് വണ്ടി എടുത്ത് ഏകദേശം ചെങ്ങന്നൂർ എത്തിയപ്പോൾ റോഡ് മൊത്തം അങ്ങ് ബ്ലോക്ക്. നല്ല ബ്ലോക്ക് ആയ സമയത്ത് അപ്പൂനെ നോക്കിയപ്പോൾ കാമുകിയെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ തലേണം കെട്ടിപ്പിടിച്ച് കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ പതുക്കെ വണ്ടിയൊക്കെ ഓടിച്ച് നമ്മൾ നേരെ തിരുവല്ലയിലെ ആശ്രമത്തിൽ എത്തിയപ്പോഴാണ് പണിയിട്ട് വണ്ടി വളയ്ക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് പോയിട്ട് നമ്മുടെ വണ്ടി ഒരു മാമൻ പറയാണ് വണ്ടി വളച്ച് ബാക്കിലിട്ട്. അങ്ങനെ അവിടെ ഇട്ട് വളയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് പോയ വഴി അത്ര റിവേഴ്സ് എടുത്ത് വെളിയിലൊന്ന് മെയിൻ റോഡിലാണ് വണ്ടി പാർക്ക് ചെയ്തത്. എന്നിട്ട് ഓരോ നാരങ്ങ വെള്ളം കഴിച്ച് വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു. ഏകദേശം 1 മണി കഴിഞ്ഞ സമയത്ത് നമ്മുടെ വണ്ടിയിൽ വന്ന ആൾക്കാർ ഓരോരുത്തരായിട്ട് തിരിച്ചു വന്ന് വണ്ടിയിൽ കയറുന്നുണ്ടായിരുന്നു. വണ്ടിയിൽ കയറുന്ന അപ്പൂമാർക്ക് മാർഗ്ഗനിർദ്ദേശമായിട്ട് അപ്പു മണ്ടയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറിയപ്പോൾ AC ഒക്കെ ഓണാക്കി നമ്മൾ നേരെ പോകുന്നത് ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളിയിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ നാട്ടുകാരനായ വരാഹിയുടെ വണ്ടിയും കിടപ്പുണ്ടായിരുന്നു. വലിയ തിരക്കൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് നൈസായിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എത്തിയപ്പോൾ വേറെ വണ്ടിക്കാരില്ലായിരുന്നെങ്കിൽ നമ്മൾ എത്തിയതിനു ശേഷം ഇവിടെ മുഴുവൻ അങ്ങ് പാർക്കിംഗ് ഫുൾ. എന്നിട്ട് നൈസായിട്ട് ഞാനും ഒപ്പം കൂടെ പള്ളിക്കകത്ത് പോയി എല്ലാം കണ്ട് തിരിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ വണ്ടിയിലൊന്നും ആൾക്കാർ തിരിച്ച് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ പുതുപ്പള്ളിയിൽ നിന്ന് വണ്ടി എടുത്ത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അപ്പു സാർ ഗിയറിന്റെ ബാക്കിൽ വന്ന് വീണ് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് മണർകാട് പള്ളിയും കാണിച്ചിട്ട് നമ്മൾ നേരെ എത്തിയത് കൃപാസനം പള്ളിയിലേക്ക്. എല്ലാ പള്ളിയിൽ നിന്നും ഇടത്തുവിലേക്കും മലയാറ്റൂരിലേക്ക് പോകുന്ന സീസൺ ആയതുകൊണ്ട് കൃപാസനത്തിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഏകദേശം 8 മണി ആവാറായപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് ആൾക്കാർ തിരിച്ച് കയറിയിട്ടുണ്ട്. കൃത്യം രാത്രി 12:30 ആയപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് ആൾക്കാരെല്ലാം സേഫ് ആയിട്ട് നമ്മൾ രാവിലെ എവിടെ നിന്ന് എടുത്തു അവിടെ തന്നെ തിരിച്ചുകൊണ്ടങ്ങ് ഇറക്കി. അപ്പു സാറിന് രാത്രി ആയപ്പോൾ ക്രാവിങ്സ് വന്നതുകൊണ്ട് ഷെഡിന്റെ അടുത്തുള്ള കടയിൽ പോയി പൊറോട്ടയും ബീഫും അങ്ങ് കഴിച്ചു. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബാക്കി നാളെ.